സീലോമിലും ബേഹിന്നോമിലുമുള്ള കുഷ്ഠരോഗികളുടെ പക്കലേക്ക് ഈശോ പോകുന്നു. മേരിയുടെ വാക്കിൻ്റെ ശക്തി. സുന്ദരമായ പ്രഭാതം. എല്ലാവരും കിടക്ക വിട്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ചുറ്റുമുള്ള ഫലവൃക്ഷത്തോട്ടത്തിലൂടെ നടന്ന് ശുദ്ധവായു അനുഭവിക്കുകയാണ്. ലാസറസിൻ്റെ അതിഥികളായിരുന്ന എല്ലാവരും ഫിലിപ്പ്, ബെർത്തലോമിയോ, മാസു, തോമസ്, ആൻഡ്രൂ, സബദിപുത്രൻ ജെയിംസ് എന്നിവരും വന്നു ചേരുന്നു. തുറന്നിട്ടിരിക്കുന്ന വാതിലുകളിലൂടെയും ജനലുകളിലൂടെയും സൂര്യപ്രകാശം വീടിനുള്ളിൽ കടന്ന് എല്ലാറ്റിനെയും ശോഭായമയമാക്കുകയാണ്. ആകെ സ്വർണ്ണമയം. വസ്ത്രങ്ങൾ കൂടുതൽ മനോഹരം. എല്ലാവരുടെയും കണ്ണുകളും മുടിയും കൂടുതൽ അഴകുള്ളവ. പ്രഭാത ഭക്ഷണമായി അൽഫേസിൻ്റെ ഭാര്യ മേരിയും സലോമിയും തിരക്കിട്ടെല്ലാ പുരുഷന്മാർക്കും ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ്. നല്ല വിശപ്പോടെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. മേരി മാർജിയാമിനെ ശ്രദ്ധിക്കുകയാണ്. ലാസറസിൻ്റെ ഒരു ഭൃത്യൻ കുട്ടിയുടെ മുടി ചീകി ഭംഗിയായി വെട്ടുന്നു. ഇത്രയും നന്നായി ആരും ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത്രയും മതി, ഭൃത്യൻ പറയുന്നു. കുറെ കഴിഞ്ഞ് നിന്റെ മുടിച്ചുരുളുകൾ ദൈവത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ മുടി ഞാൻ നീളം കുറച്ച് വെട്ടിത്തരാം. ഉഷ്ണകാലം വരുന്നു. അപ്പോൾ തോളിൽ മുടിമുട്ടി കിടക്കാതിരിക്കുന്നതാണ് കുറെ കൂടെ ആശ്വാസം. നിന്റെ മുടി കുറെ കൂടി ശക്തിയായി വളരുകയും ചെയ്യും. ഇപ്പോൾ അത് വരണ്ട് ശക്തിയില്ലാത്തതാണ്, ഒരു ശ്രദ്ധയും ലഭിച്ചിട്ടില്ലാത്തത്. നോക്കിക്കേ മേരി, അത് കുറെ കൂടെ ശ്രദ്ധിക്കപ്പെടണം. ഞാനിപ്പോൾ എണ്ണ പുരട്ടാൻ പോകുകയാണ്, എങ്കിലേ അത് ശരിയായിരിക്കുകയുള്ളൂ. നല്ല സുഗന്ധം നിനക്ക് കിട്ടുന്നില്ലേ കുട്ടി? മാർത്ത ഉപയോഗിക്കുന്ന എണ്ണയാണിത്. ഇവ വളരെ നല്ലതാണ്. ഏറ്റവും വിശേഷപ്പെട്ട ബദാമും പനയെണ്ണയും മറ്റും ചേർത്തുണ്ടാക്കിയിരിക്കുന്നതാണ്. എൻ്റെ സ്വാമിനി ഒരു ചെറിയ പാത്രം എണ്ണ നിനക്കായി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹോ, ഇത്ര നന്നാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോൾ നീ ഒരു രാജകുമാരനെ പോലുണ്ട്. മുടിവെട്ടുകാരൻ ലാസറസിൻ്റെ ഭവനത്തിലെ കുട്ടിയുടെ കവിളിൽ തടവിക്കൊണ്ട് പറയുന്നു. മേരിയെ അഭിവാദനം ചെയ്ത ശേഷം അയാൾ സംതൃപ്തിയോടെ പിൻവാങ്ങുന്നു. വരൂ, നിന്നെ ഉടുപ്പുകൾ ധരിപ്പിക്കട്ടെ. ബാലനൊരു ചെറിയ ഉടുപ്പ് മാത്രമേ ധരിച്ചിട്ടുള്ളൂ. അക്കാലത്ത് ഷർട്ടിന് പകരം ഉപയോഗിച്ചിരുന്ന ഉടുപ്പായിരിക്കണം. വളരെ വിശേഷപ്പെട്ട തുണിയാണിത്. അതിനാൽ ലാസറസ് കുട്ടിയായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്നതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കുട്ടിയെ പുതപ്പിച്ചിരുന്ന തുവാല മാറ്റി ഒരു ലിനൻ ഉടുപ്പ് ധരിപ്പിക്കുന്നു. കഴുത്തിനും കൈവയ്ക്കിനും ഫ്രില്ലുള്ള വെള്ളക്കുപ്പായം. അതിനു മീതെ ചുവപ്പ് നിറമുള്ള ഒരു പുറംകുപ്പായം. വലിയ കഴുത്തും വീതിയുള്ള കൈയും. അതിനാൽ കഴുത്തിൻ്റെ ഭാഗത്തും കൈത്തണ്ടയിലും മഞ്ഞുപോലെ വെണ്മയുള്ള ഉള്ളുടുപ്പ് കാണാം. പുറംകുപ്പായത്തിൻ്റെ നീളവും മറ്റും രാത്രിയിൽ മേരി ശരിയാക്കിയതാവണം. മേരിയുടെ വിദഗ്ധമായ കരങ്ങൾ ചെമപ്പും വെള്ളയും കലർന്ന തൊങ്ങലുള്ള ഒരിടക്കെട്ടും ധരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം പൂർണ്ണമായി. ഏതാനും ദിവസം മുൻപ് വരെ കാണപ്പെട്ട ദരിദ്ര ബാലനല്ല അവനിപ്പോൾ. ഇനിയും പോയി കളിച്ചുകൊള്ളൂ. ഞാൻ ഒരുങ്ങി വരട്ടെ. ഉടുപ്പിൽ ചെളിയൊന്നും ആക്കരുത്, മേരി പറയുന്നു. കുട്ടി ആഹ്ലാദത്തോടെ അവൻ്റെ മുതിർന്ന സ്നേഹിതന്മാരുടെ പക്കലേക്ക് ഓടുകയാണ്. തോമസ് ആണ് അവനെ ആദ്യം കാണുന്നത്. എത്ര മിടുക്കനായി പോയി. കല്യാണത്തിന് ഒരുങ്ങിയ പോലെയുണ്ട്. ഇപ്പോൾ ഞാനാണ് മോശം. അല്പം തടിയുള്ള എപ്പോഴും ചിരിക്കുന്ന പ്രകൃതക്കാരനായ തോമസ് പറയുന്നു. ബാലൻ്റെ കയ്യിൽ പിടിച്ചു കൊണ്ട് പോവുകയാണ്. നമുക്ക് സ്ത്രീകളുടെ പക്കലേക്ക് പോകാം. നിനക്ക് ഭക്ഷണം തരാൻ അവർ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവർ അടുക്കളയിലേക്ക് പ്രവേശിച്ചു. രണ്ട് മേരിമാരും അടുപ്പിൻ്റെ അടുത്ത് കുനിഞ്ഞു നിന്നെന്തോ ചെയ്യുകയായിരുന്നു. രണ്ടുപേരും ഞെട്ടിപ്പോയി. കാരണം തോമസിൻ്റെ ആ വലിയ ശബ്ദത്തിൽ അയാൾ പറയുന്നു, നിങ്ങളെ അന്വേഷിച്ച് ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു. ഇത് പറയുമ്പോൾ അതുവരെ തോമസിൻ്റെ പിറകിൽ പാത്തുനിന്ന ബാലൻ പ്രത്യക്ഷനാവുകയും ചിരിച്ചുകൊണ്ട് തോമസ് അവനെ കാണിക്കുകയും ചെയ്യുന്നു. ഓ എൻ്റെ മോനെ, ഞാൻ നിനക്കൊരുമ്മ തരട്ടെ, ഇങ്ങു വരൂ. സലോമി, നോക്കിക്കേ, അവൻ എത്ര മിടുക്കനായിരിക്കുന്നു. അൽഫേസിൻ്റെ മേരിയുടെ പ്രതികരണം. ഓ തീർച്ചയായിട്ടും, ഇനി അവൻ്റെ ദേഹമൊന്ന് നന്നാക്കണം. ആ കാര്യം ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം. വരൂ, ഞാനും നിന്നെ ചുംബിക്കട്ടെ, സലോമി മറുപടി പറയുന്നു. എന്നാൽ ഈശോ അവനെ ഇടിയന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്, തോമസ് പറയുന്നു.
നിന്റെ ജീവനാണെങ്കിലല്ല, ഈ കാര്യത്തിൽ എൻ്റെ ഈശോയ്ക്ക് തെറ്റുപറ്റി. പുരുഷന്മാരെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ചെയ്യാമെന്ന് അഭിനയിക്കാൻ പറ്റും. നിങ്ങൾ വഴക്കടിക്കാൻ മാത്രം മിടുക്കരാണ്. അപ്പോഴേ നീയും ഒരു വഴക്കാളിയാണ്. കോലാട്ടിൻ കുട്ടികളെ പോലെ അവർക്ക് പരസ്പരം ഇഷ്ടമാണ്. പക്ഷേ കൊമ്പുകൊണ്ട് തമ്മിൽ തമ്മിൽ കുത്തിക്കീറുകയും ചെയ്യും തീറ്റ സമയത്ത്. പറയുകയാണെങ്കിൽ നിങ്ങൾക്കും 1000 ആവശ്യങ്ങളാണ്. ഗുരു തൻ്റെ സർവ്വശ്രദ്ധയും തരണമെന്നാണ് നിങ്ങളുടെ ഭാവം. അല്ലാത്ത പക്ഷം മുഖം വീർപ്പിക്കലായി കുട്ടികൾക്ക് അമ്മമാരാണ് ആവശ്യം. ശരിയല്ലേ മോനെ? പേരെന്താ? മാർജിയ. തീർച്ചയായും മേരി. എൻ്റെ മേരി അനുഗ്രഹീതയാകട്ടെ. എന്നാൽ ഇതിലും എളുപ്പമുള്ള ഒരു പേര് നിനക്ക് തരാമായിരുന്നു. ഇത് ഏകദേശം അവളുടെ പേര് പോലെ തന്നെ ഇരിക്കുന്നു. സലോമി വിസ്മയത്തോടെ പറയുന്നു. ശരിയാ, എന്നാൽ അവളുടേത് കുറെ കൂടെ ലളിതമാണ്. പേരിൻ്റെ നടുക്ക് ഇത്രയും അക്ഷരങ്ങളില്ല. ഇതിൽ അക്ഷരങ്ങൾ സ്വല്പം കൂടിപ്പോയി. ഈ സമയം അതിലെ കടന്നു വന്ന കറിയോത്തുകാരൻ പറയുന്നു, പഴയ ശുദ്ധമായ ഭാഷയനുസരിച്ച് കൃത്യമായ അർത്ഥമുള്ള ഒരു പേരാണ് അവൾ നൽകിയിരിക്കുന്നത്. ശരിയാ, പക്ഷെ അത് പറയാൻ വിഷമമാണ്. ഒരക്ഷരം കൂടെ കുറച്ചിട്ട് മാർജിയം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. അത് കുറെ കൂടി എളുപ്പം. അങ്ങനെ മാറ്റിയത് കൊണ്ട് ലോകമിടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഇത് ശരിയല്ലേ സൈമൺ? ജനലിൻ്റെ ഭാഗത്തുകൂടെ എൻഡോറിലെ ജോണുമായി സംസാരിച്ചു കൊണ്ട് പോകുന്ന പത്രോസ് അകത്തേക്ക് നോക്കി ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കുട്ടിയെ മാർജിയം എന്ന് വിളിക്കാമെന്ന് ഞാൻ പറയുകയായിരുന്നു. അതാണ് കുറെ കൂടെ എളുപ്പം. സ്ത്രീയെ, നീ പറഞ്ഞത് ശരിയാണ്. അമ്മ അനുവദിക്കുന്നെങ്കിൽ ഞാനും അങ്ങനെ തന്നെ വിളിക്കാം. എത്ര മിടുക്കനായിരിക്കുന്നു നീ. ഞാനും അങ്ങനെയല്ലേ? നോക്കിക്കേ. വാസ്തവത്തിൽ പത്രോസും വളരെ വൃത്തിയായിട്ടാണ് വന്നിരിക്കുന്നത്. മുടി വെട്ടിച്ച്, മുഖം നന്നായി ക്ഷൗരം ചെയ്ത്, താടിമീശ ഒതുക്കി വെട്ടി, പരിമള തൈലം പൂശി, വസ്ത്രങ്ങൾക്ക് ഒട്ടും ചുളുക്കുമില്ല. ചെരുപ്പുകൾ വളരെ വൃത്തിയാക്കിയിട്ടുണ്ട്. അവ പുതിയവയാണെന്ന് തോന്നും. എന്തുപയോഗിച്ചാണോ അവ മിനുക്കിയിരിക്കുന്നത്. സ്ത്രീകൾ പത്രോസിനെ നോക്കി വിസ്മയം പ്രകടിപ്പിക്കുമ്പോൾ പത്രോസ് ചിരി തന്നെ. ബാലൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അവൻ അപ്പ എന്ന് എപ്പോഴും വിളിക്കുന്ന അവൻ്റെ വലിയ കൂട്ടുകാരൻ്റെ പക്കലേക്ക് പോകുന്നു. ഈശോയും ലാസറസും കൂടെ ലാസറസിൻ്റെ വീട്ടിൽ നിന്നും വരികയാണ്. ബാലൻ ഈശോയുടെ പക്കലേക്ക് ഓടിച്ചെല്ലുമ്പോൾ ഈശോ പറയുന്നു, മാർജിയാം, സമാധാനം നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സമാധാനത്തിൻ്റെ ചുംബനം നമുക്ക് പരസ്പരം നൽകാം. ലാസറസിനെ ബാലൻ അഭിവാദ്യം ചെയ്യുന്നു. ലാസറസ് അവനെ തലോടുകയും എന്തോ മധുരപലഹാരം കൊടുക്കുകയും ചെയ്യുന്നു. എല്ലാവരും വന്ന് ഈശോയുടെ ചുറ്റും കൂടി. മേരി ഒരു നീലയുടുപ്പും അതിലും കടുത്ത നീല മേലങ്കിയും ധരിച്ച് പുത്രൻ്റെ പക്കലേക്ക് പുഞ്ചിരിയോടെ വരികയാണ്. നമുക്കെന്നാൽ പോകാം. കുട്ടിക്ക് ആവശ്യമായ വസ്ത്രമെല്ലാം ലാസറസ് കൊടുത്തു. എന്നാലും പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ സൈമൺ ബാലനെയും കൂട്ടി അമ്മയുടെ കൂടെ പോയിക്കൊള്ളൂ. തീർച്ചയായും പോകണം. കാരണം ഒരിക്കൽ നിന്റെ അമ്മയുടെ കൂടെ ഞാൻ നടന്നു എന്ന് എനിക്ക് പറയാമല്ലോ. ഒരു വലിയ ബഹുമതി. എന്നാൽ പോയിക്കൊള്ളൂ. സൈമൺ നിന്റെ കുഷ്ഠരോഗി സ്നേഹിതന്മാരുടെ പക്കലേക്ക് എന്നെ കൊണ്ടുപോകൂ. വാസ്തവത്തിൽ അങ്ങോട്ട് പോവുകയാണോ ഗുരുവേ? എന്നാൽ അങ്ങേക്ക് തടസ്സമില്ലെങ്കിൽ ഞാൻ മുമ്പേ ഓടിച്ചെന്ന് അവരെ വിളിച്ച് ഒരുമിച്ച് കൂട്ടട്ടെ. ഈശോയ്ക്ക് അറിയാമല്ലോ അവരെവിടെയാണെന്ന്. അങ്ങോട്ട് വന്നേക്കുമല്ലോ. ശരി, നീ പോയിക്കൊള്ളുക. മറ്റുള്ളവർക്കെല്ലാം ഇഷ്ടമുള്ളത് ചെയ്യാം. ബുധനാഴ്ച സന്ധ്യ വരെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. 3-ാം മണിക്കൂറിൽ സ്വർണ്ണ കവാടത്തിൽ എത്തിയിരിക്കണം. ഞാനും ഗുരുവിൻ്റെ കൂടെ വരുന്നു, ജോൺ പറയുന്നു. ഞാനും വരുന്നു, അയാളുടെ സഹോദരൻ ജെയിംസ്. ഞങ്ങളും വരുന്നു, ഈശോയുടെ സഹോദരന്മാർ 2 പേരും. ഞാനും വരികയാണ്, മാത്യുവും പിന്നാലെ ആൻഡ്രൂവും പറയുന്നു. എനിക്കും വരണമെന്നുണ്ട്, പക്ഷേ കടയിൽ പോവുകയാണെങ്കിൽ എനിക്ക് വരാൻ കഴിയുകയില്ലല്ലോ. 2 ആഗ്രഹത്തിൻ്റെയും ഇടയിൽ പത്രോസ്. അങ്ങനെ ചെയ്യാമല്ലോ. ആദ്യം നമുക്ക് കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ അമ്മയും ബാലനും കൂടെ ഓഫേലിലുള്ള ഒരു സ്നേഹിതയുടെ വീട്ടിലേക്ക് പോകട്ടെ. നമുക്കെല്ലാവർക്കും കൂടെ കുറച്ചു കഴിയുമ്പോൾ അമ്മയുടെ പക്കലേക്ക് ചെല്ലാം. എന്നിട്ട് നിനക്ക് അമ്മയുടെ കൂടെ കടയിൽ പോകാം. ഞങ്ങൾ യോവന്നായുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളാം. ഭക്ഷണത്തിന് ഗെത്സെമനിയിൽ ഒരുമിച്ച് കൂടണം. സൂര്യാസ്തമനത്തോടെ ഇവിടെ തിരിച്ചു വരികയും ചെയ്യാം. നീ അനുവദിക്കുമെങ്കിൽ എനിക്ക് ചില സ്നേഹിതരെ കാണാൻ പോയാൽ കൊള്ളാം. കറിയോത്തുകാരൻ യൂദാസ് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചില ബന്ധുക്കളെ കാണാൻ ഞാൻ പോവുകയാണ്. ഒരുപക്ഷെ അപ്പൻ വന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിന്നെ കാണാൻ അപ്പനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും, തോമസ് പറയുന്നു. നമ്മൾ രണ്ടും എന്തു ചെയ്യണം? ഫിലിപ്പ് എന്തു പറയുന്നു? നമുക്ക് പോയി സാമുവേലിനെ കാണാം. വളരെ നല്ലത്, ഫിലിപ്പ് ബെർത്തലോമിയോട് മറുപടി നൽകുന്നു. അപ്പോൾ നീ എന്തു ചെയ്യും ജോണേ? എൻഡോറിലെ ജോണിനോട് ഈശോ ചോദിക്കുന്നു. നിന്റെ പുസ്തകങ്ങളിലെല്ലാം നോക്കി നീ ഇവിടെ ഇരിക്കുന്നു, അതോ എൻ്റെ കൂടെ വരുന്നോ? വാസ്തവത്തിൽ നിന്റെ കൂടെ വരാനാണ് എനിക്കിഷ്ടം. എൻ്റെ പുസ്തകങ്ങൾ, അവയോടുള്ള താല്പര്യം ഇപ്പോൾ കുറവാണ്. ജീവിക്കുന്ന പുസ്തകമായ നിന്നെ വായിക്കുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എന്നാൽ വരൂ, ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ലാസറസേ. ഞാനും വരുന്നു. എൻ്റെ കാലിനിപ്പോൾ വേദന കുറച്ച് കുറവുണ്ട്. കുഷ്ഠരോഗികളെ കണ്ടു കഴിഞ്ഞ് ഞാൻ പോയിക്കൊള്ളാം. പിന്നെ ഗെത്സെമനിയിൽ പോയി നിന്നെ കാത്തിരിക്കും. നമുക്ക് പോകാം. സ്ത്രീകളെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജെറുസലേമിനോട് അടുക്കുന്നതുവരെ അവർ ഒരുമിച്ച് പോയി. പിന്നീട് വേർപിരിഞ്ഞു. കറിയോത്തുകാരൻ ഒറ്റക്ക് ആന്റോണിയ ഗോപുരത്തിനു സമീപയുള്ള കവാടത്തിലൂടെ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നു. തോമസും ഫിലിപ്പും നെഥാനിയേലും ഒരു 10 മീറ്ററും കൂടെ ഈശോയുടെയും മറ്റു കൂട്ടത്തിൽ നടന്ന ശേഷം മേരിയുടെയും ബാലൻ്റെയും കൂടെ ഓഫേൽ വഴിയിലൂടെ പോയി പട്ടണത്തിൽ പ്രവേശിക്കുകയാണ്. എന്നാൽ ഇനി നമുക്ക് പോയി ആ ദുഃഖിതരായ മനുഷ്യരെ കാണാം, ഈശോ പറയുന്നു. പട്ടണത്തിന് പുറംതിരിഞ്ഞ് ശൂന്യമായി എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഈശോ നടക്കുന്നു. ജെറീക്കോയിൽ നിന്നും ജെറുസലേമിലേക്കുള്ള 2 റോഡുകളുടെ ഇടയ്ക്ക് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു മലയുടെ ചരിവിലേക്കാണ് പോകുന്നത്. നട കെട്ടിയിട്ടുള്ളതുപോലെ പടിപടിയായി ഉയരുന്ന മല. ഒരു 3-4 മീറ്റർ കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ മേൽപോട്ട് ഒരു വഴി, വീണ്ടും നട, കയറ്റം, പിന്നീട് വഴി. ഇങ്ങനെ വിചിത്രമായി തോന്നിക്കുന്ന വരണ്ട, നിർജീവമായ, ശോകാമൂകമായ സ്ഥലം. തീഷ്ണനായി സൈമൺ വിളിച്ചു പറയുന്നു, ഗുരുവോ, ഞാൻ ഇവിടെയുണ്ട്. ഇനി മുന്നോട്ട് നടക്കേണ്ട, വഴി കാണിക്കാൻ ഞാൻ വരുന്നു. തണലിനു വേണ്ടി ഒരു പാറയിൽ ചാരി നിന്നിരുന്ന സൈമൺ മുന്നോട്ട് വന്ന ഈശോയെ മുകളിലേക്ക്, ഗെത്സെമനി ഭാഗത്തേക്ക് പോകുന്ന ഒരു വഴിയിലേക്ക് നയിക്കുന്നു. എന്നാൽ ഒലിവുമലയിൽ നിന്ന് ബെഥനിയിലേക്ക് പോകുന്ന വഴി ഗെത്സെമനിയെ ഈ സ്ഥലത്തു നിന്നും വേർതിരിക്കുന്നുണ്ട്. നമ്മൾ സ്ഥലത്തെത്തി. സീലോമിലെ ശവകുടീരങ്ങൾക്കിടയിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. എൻ്റെ സ്നേഹിതർ ഇപ്പോഴും ഇവിടെയുണ്ട്. ചിലരെല്ലാം ബെൽഹിനോമിലേക്ക് പോയി. അതിനാൽ അവർക്ക് വരാൻ സാധിക്കയില്ല. വരണമെങ്കിൽ റോഡ് കുറുകെ കടക്കണം. അപ്പോൾ അത് കണ്ടുപിടിപ്പിക്കപ്പെടും. നമുക്ക് അങ്ങോട്ട് അവരുടെ അടുക്കിലേക്ക് പോകാം. അങ്ങേക്ക് നന്ദി. അവരുടെ പേർക്കും എൻ്റെയും നന്ദി. വളരെ പേരുണ്ടോ? ശൈത്യകാലം മിക്കവരെയും കൊന്നു. ഇവിടെ 5 പേരോട് നിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ അതാ അവരുടെ കാരാഗൃഹത്തിൻ്റെ അതിർത്തിയിൽ നിന്നെ കാത്തു നിൽക്കുന്നു. മിക്കവാറും 10 ഭീകര സത്വങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം എഴുന്നേറ്റ് നിൽക്കുന്ന 5 പേരുണ്ടെങ്കിൽ മുഖവും ശരീരവും വിരൂപമായി തങ്ങളുടെ കരിങ്കൽ മറയ്ക്ക് മുകളിൽ എത്തി നോക്കാൻ കഴിയാത്തവർ 5-ൽ കൂടുതലോ കുറവോ കാണും. എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. വെളുത്ത് ചിന്നിച്ചെതറിയ അരവരെ താണുകിടക്കുന്ന മുടി കൊണ്ട് മാത്രമാണ് അതൊരു സ്ത്രീയാണെന്ന് മനസ്സിലാകുകയുള്ളൂ. സ്ത്രീയുടെ വേറൊരു ലക്ഷണം കാണാനില്ല. രോഗം അവളുടെ ശരീരത്തെ കാർന്നു തിന്ന് വെറും അസ്ഥി മാത്രമായിരിക്കുകയാണ്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ മീശയുടെ ലക്ഷണമുള്ള ഒരുത്തൻ മാത്രമേയുള്ളൂ. മറ്റുള്ളവരെല്ലാം രോഗനിമിത്തമാകെ വിരൂപരാണ്. അവർ വിളിച്ചു പറയുന്നു, ഈശോയെ, ഞങ്ങളുടെ രക്ഷക, ഞങ്ങളിൽ കനിയണമേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വൃണപങ്കിലമായ അവരുടെ കരങ്ങൾ അവർ നീട്ടുന്നു. ദാവീദിന്റെ പുത്രനായ ഈശോയുടെ ഞങ്ങളിൽ കനിയണമേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അവരുടെ നികൃഷ്ടാവസ്ഥയെ നോക്കി ഈശോ ചോദിക്കുന്നു. നീ ഞങ്ങളെ പാപത്തിൽ നിന്നും ഈ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അനുതാപവും ആഗ്രഹവും പാപത്തിൽ നിന്ന് രക്ഷിക്കും. എന്നാൽ നീ വിചാരിച്ചാൽ ഞങ്ങളുടെ പാപങ്ങൾ നീക്കിക്കളയുവാൻ കഴിയും. ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യം നൽകാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പാപങ്ങളെങ്കിലും നീക്കിക്കളയണമേ.
എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? ദൈവത്തിൽ നിന്നും പാപമോചനം. ഗുരുവേ, ഞങ്ങളുടെ സമാധാനക്കേട് കുറയുമല്ലോ. അവരുടെ ഉത്തരം ശരിവെക്കുന്നതായി ഈശോ കാണിക്കുന്നു. വളരെ സന്തോഷത്തോടെ നന്നായി പുഞ്ചിരി തൂകിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ പറയുന്നു, അവരുടെ ആഗ്രഹം സാധിക്കട്ടെ. ഞാനിത് ആവശ്യപ്പെടുന്നു. ആഗ്രഹം സാധിക്കട്ടെ. പാപമോചനത്തിനുള്ള കൃപയായിരിക്കാം, അല്ലെങ്കിൽ രണ്ടിനുമായിരിക്കാം. ദുഃഖത്തിൻ്റെ ആ മനുഷ്യർക്ക് 5 പേർക്കും ഒരു നിശ്ചയവുമില്ല. എന്നാൽ അപ്പസ്തോലന്മാർക്ക് സംശയമൊന്നുമില്ല. അവർ ഓസാന എന്ന് ആർത്തു വിളിക്കുകയാണ്. കാരണം തീയുടെ മേൽ വീഴുന്ന ഒരു തരി മഞ്ഞെന്ന പോലെ അത്ര വേഗത്തിൽ അവരുടെ കുഷ്ഠം അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ 5 പേർക്കും മനസ്സിലായി പരിപൂർണ കൃപ അവർക്ക് ലഭിച്ചെന്ന്. വിജയാരവം പോലെയുള്ള അവരുടെ ശബ്ദം ആ പ്രദേശത്തെല്ലാം മാറ്റൊല്ലിക്കൊണ്ടു. അവർ പരസ്പരം ആലിംഗനം ചെയ്യുകയും ഈശോയുടെ നേർക്ക് ചുംബനങ്ങൾ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. കാരണം അവർക്ക് ഈശോയുടെ പാദത്തിങ്കൽ സാഷ്ടാംഗം പ്രണമിക്കാൻ കഴിയുകയില്ലല്ലോ. അവർ അനന്തരം അവരുടെ കൂടെയുള്ള മറ്റാളുകളോട് ചോദിക്കുന്നു, ഇനിയും നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എത്ര നികൃഷ്ടരും നിന്ദ്യരുമാണ് നിങ്ങൾ. നന്നായിരിക്കുന്നു, നല്ലവരായിരിക്കൂ. നിങ്ങളുടെ സഹോദരന്മാർ പാവങ്ങൾ. ചിന്തിക്കാൻ അവർക്ക് സമയം വേണം. വിശ്വാസം നിർബന്ധിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല. സമാധാനത്തോടും കരുണ, ക്ഷമ, സ്ഥിരത ഇവയോടും കൂടെയാണ് വിശ്വാസം പ്രസംഗിക്കപ്പെടേണ്ടത്. നിങ്ങളുടെ ശുദ്ധീകരണം കഴിയുമ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സൈമൺ നിങ്ങളോട് വർത്തിച്ചതുപോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യണം. എത്രയായാലും അത്ഭുതം അതിൽ തന്നെ ഒരു വലിയ പ്രസംഗയാണ്. സുഖം പ്രാപിച്ച നിങ്ങൾ കഴിയുന്നതും വേഗത്തിൽ പുരോഹിതന്റെ പക്കലേക്ക് പോകണം. ഇപ്പോഴും രോഗമുള്ളവർ സന്ധ്യയ്ക്ക് ഞങ്ങളെ കാത്തിരിക്കും. നിങ്ങൾക്ക് കുറേ ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവരാം. സമാധാനം നിങ്ങളോടുകൂടെ. ആളുകൾ സന്തോഷാരവം മുഴക്കുന്നു. ഈശോ മലയിൽ നിന്നും ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ബെൻഹിന്നോമിലേക്ക് പോകാം. ഈശോ പറയുന്നു, ഗുരുവേ, എനിക്കും വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഞാൻ ഗെത്സെമീനിലേക്ക് പോയിക്കൊള്ളാം. ലാസറസ് പറയുന്നു, പൊയ്ക്കോ ലാസറേ, സമാധാനം നിന്നോടുകൂടെ. ലാസറസ് സാവധാനത്തിൽ നടന്നു. നീങ്ങുന്ന സമയത്ത് അപ്പസ്തോലൻ ജോൺ പറയുന്നു, ഗുരുവേ, ഞാനും ലാസറസിൻ്റെ കൂടെ പോകട്ടെ. അയാൾ എത്ര വിഷമിച്ചാണ് നടക്കുന്നത്. റോഡ് നല്ലതുമല്ലല്ലോ. ഞാൻ പിന്നാലെ ബെൻഹിന്നോമിലെത്തിക്കൊള്ളാം. ശരി, നീ പൊയ്ക്കോ. നമുക്കെന്നാൽ നടക്കാം.